ജമാലല്ലടാ നിക്കണേ. ആ ജമാല. ബോസിനോട് പറയുന്നത് വളരെ കുറവാന്നിട്ടാ. ഞാൻ പറയാം, എൻ്റെ പെങ്ങളെ മോളെ കല്യാണത്തിന് 5 ലക്ഷം റുപ്യ ചോദിച്ചിരുന്നു. അതെന്തായി? എനിക്കിപ്പോ 500 വെച്ച് ഡെയിലി തരുന്നുണ്ട്. അതെന്നെ കൂടുതലാണ്. ഹലോ, ദാമോദർ സാറല്ലേ? അതെ, ദാമോദർ സാറാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിന് വിളിച്ചോ. ആ ജമാല. ആ ആ ആ എന്തായാലും അതിൻ്റെ കമ്മീഷൻ കിട്ടും. ആ പേരൊക്കെ രഹസ്യമായിട്ട് തന്നെ അത് സൂക്ഷിക്കും. ഒന്നും പുറത്ത് പറയില്ല. നവാസ്ക, കരയിലാരും ഉണ്ടല്ലോ. ഒന്നും നോക്കണ്ട, പെട്ടിയെടുത്ത് വെള്ളത്തിൽ കിട്ടും. എന്താ സാറേ? ഞങ്ങൾക്കൊരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് ഇവിടെ. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നെ പറ്റിയൊന്ന് അന്വേഷിക്കാറുണ്ട് ഇവിടെ പുറത്ത്. ആരറിയാം സാറിന്? ഇടിവെട്ട് നവാസാണ്. ഇടിവെട്ട് നവാസായാലും ആരായാലും ഇത് കേരള പോലീസാ മോനെ. കളി മാറും. എന്നാ സാറ് കയറി ചെക്ക് ചെയ്തോ. സുഗുണ, അത് നോക്കിയാ. ഇതിലൊന്നുമില്ല സാറേ. നാളെന്താ പരിപാടി? നാളത്തെ കളി ചെമ്പറോട്ടം. ഹലോ, ഇടിവെട്ട് നവാസല്ലേ? ഹലോ. ആ ഇടിവെട്ടല്ല, ജോണാണ്. ഒരു ഇൻഫോർമേഷൻ തരാനാ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോലീസിന് ഒറ്റ കൊടുത്തിട്ടുണ്ട്, ചാരപ്പണി ചെയ്ത്. എനിക്ക് പേര് പറയണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ കിട്ടണം. ആരാണ് ആളുടെ പേരോ? ജമാല്. ജമാല. ഓക്കെ, താങ്ക് യു. ഇടിവെട്ടെ, പണിപാളിയുണ്ട്. ജമാല നമ്മൾ ഒറ്റിയിട്ടുണ്ട്. പോലീസ് ഏത് നിമിഷം ഇവിടെ എത്തും. പൊക്കണ്ടവനെ? അവനെപ്പ തന്നെ പൊക്ക. വാ. ജോണേട്ടനല്ലേ? പൈസ റെഡി ആയിട്ടല്ലേ? ഞാൻ എന്നാ പഴയ ലൊക്കേഷനിൽ ജമാല് വരുന്നുണ്ട് കേട്ടോ. ജോണേട്ടാ, പൈസ എവിടെ? എനിക്ക് പൈസ വേണമല്ലേ? ഈ ഇടിവെട്ടിനെ ഒറ്റി കൊടുക്കും അല്ലേ? ഈ അറിയാതെ 20 ലക്ഷം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ട് പോലില്ലല്ലോ. അന്നിപ്പം ഞങ്ങൾ അറിയിച്ചരാം. ഇടിവെട്ടെ, തീർക്കല്ലേ? എനിക്ക് കല്യാണം കൂടണ്ടാ. എനിക്ക് കല്യാണം കൂടെങ്കിൽ സ്വർഗലോകത്ത് പോവാനൊക്കെ വാടവിടെ. ജോണേ, എടുക്കടാ. ചതിക്കുള്ള ശിക്ഷ മരണമാണ്. എടാ ഇടിവെട്ടെ, കേരള പോലീസ് എന്താന്നിപ്പോ മനസ്സിലായ? കൊടുക്കടാ തോക്ക്. കേറങ്ങോട്ട്. താഴ്ത്തമേശ അയച്ചിടമുണ്ട്. തോക്ക് വിൽക്ക് വെച്ചേ. തോക്ക് വിൽക്ക്. രണ്ടുപേരും നടന്ന് വണ്ടിയിൽ കയറി. നമസ്കാരം. ഇതിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പിക മാത്രമാണ്. ഞങ്ങളെ ഈ അഭിനയം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, ലൈക്ക് ചെയ്യുക.